നമസ്കാരം, ഞാൻ കിരണ. ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. ഫോൺ വിളിയിൽ ജുഡീഷ്യൽ അന്വേഷണം. AK ശശീന്ദ്രന്റെ രാജിക്കിടയാക്കിയ ഫോൺ വിളിയിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ച സർക്കാർ. സംഭവത്തിൽ ആര് അന്വേഷണം നടത്തണമെന്ന കാര്യത്തിൽ മന്ത്രിസഭായോഗം തീരുമാനമെടുക്കുമെന്ന് മുഖ്യമന്ത്രി. ശശീന്ദ്രന്റെ രാജി ധാർമ്മികതയുടെ പേരിലെന്നും കുറ്റം സമ്മതിച്ചല്ലെന്നും പിണറായി വിജയൻ. AK ശശീന്ദ്രന്റെ രാജിയെ സ്വാഗതം ചെയ്യുന്നുവെന്ന് കോടിയേരി. ഒഴിവുവന്ന മന്ത്രിസ്ഥാനം NCPക്ക് അവകാശപ്പെട്ടത്. പുതിയ മന്ത്രി ആരാകണമെന്ന് പാർട്ടി തന്നെ തീരുമാനമെടുക്കട്ടെ എന്നും CPM സംസ്ഥാന സെക്രട്ടറി. അതേസമയം കസേരയെ ചൊല്ലി NCPയിൽ തർക്കം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പുതിയ മന്ത്രി വൈകുമെന്ന് സൂചന. അതേസമയം വിവാദങ്ങൾക്കിടെ രാവിലെ ക്ലിഫ് ഹൌസിൽ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി AK ശശീന്ദ്രൻ. തനിക്കെതിരായ ആരോപണത്തിൽ അസ്വാഭാവികതയുണ്ട്. രാജിവെച്ചത് നല്ല കീഴ്വഴക്കം സൃഷ്ടിക്കാൻ, മന്ത്രിസ്ഥാനമല്ല നിരപരാധിത്വം തെളിയിക്കലാണ് പ്രധാനമെന്നും ശശീന്ദ്രൻ. ചൂടുപിടിക്കുന്ന മൂന്നാർ കയ്യേറ്റത്തിൽ ഇടതു സർക്കാരിനെ വിമർശിച്ച് പ്രതിപക്ഷ നേതാവ്. VS അച്യുതാനന്ദന്റെ കാലത്തെ കയ്യേറ്റം ഒഴിപ്പിക്കൽ നടപടി പൂർണ്ണ പരാജയം. മൂന്നാറിൽ നടന്നിരിക്കുന്നത് വ്യാപകമായ കയ്യേറ്റങ്ങളെന്നും രമേശ് ചെന്നിത്തല. പ്രതികരണം വിവാദ ഭൂമി സന്ദർശിച്ച ശേഷം. അതിനിടെ പ്രതിപക്ഷ നേതാവിന്റെ മൂന്നാർ സന്ദർശനത്തെ ചൊല്ലി കോൺഗ്രസ് പ്രാദേശിക ഘടകത്തിൽ ഭിന്നത. CPM പാർട്ടി ഗ്രാമങ്ങൾ സന്ദർശിക്കരുതെന്ന് ആവശ്യം. ഭൂമാഫിയക്കെതിരെ സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ച് UDF ജില്ലാ നേതൃയോഗം ചർച്ച ചെയ്യും. മൂന്നാർ കയ്യേറ്റത്തിൽ CPMന് പരോക്ഷ വിമർശനവുമായി CPI മുഖപത്രം. ഭൂമാഫിയയ്ക്കും റിസോർട്ട് ലോബിക്കും ചിലർ ചൂട്ടുവെട്ടം തെളിയിക്കുന്നുവെന്ന് ആക്ഷേപം. റവന്യൂ മന്ത്രിയെ വിമർശിച്ച നേതാവിന് ബുദ്ധിഭ്രമമെന്നും മാഫിയയുടെ സ്വരമെന്നും ജനയുഗം. കൃഷ്ണദാസിന് ആശ്വാസം. ജിഷ്ണു കേസിൽ നെഹ്റു ഗ്രൂപ്പ് ചെയർമാൻ P. കൃഷ്ണദാസിന്റെ മുൻകൂർ ജാമ്യം റദ്ദാക്കാനാകില്ലെന്ന് സുപ്രീം കോടതി. ഇതു സംബന്ധിച്ച് സർക്കാരും ജിഷ്ണുവിന്റെ അമ്മ മഹിജയും നൽകിയ ഹർജി കോടതി തള്ളി. കേസിൽ കൃഷ്ണദാസിന്റെ പങ്ക് തെളിയിക്കാനായില്ലെന്നും നിരീക്ഷണം. ജിഷ്ണുവിന്റെ മരണം ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന് ഇതുവരെ തെളിഞ്ഞിട്ടില്ല. നിയമവും ചട്ടവും എല്ലാവർക്കും ബാധകമാണ്. അന്വേഷണത്തിൽ കൃഷ്ണദാസിന് പങ്കുണ്ടെന്ന് തെളിഞ്ഞാൽ ആ സമയം നടപടി സ്വീകരിക്കാമെന്നും സുപ്രീം കോടതി. വിമർശിക്കാൻ വിജിലൻസ്. ബാർക്കോഴ കേസിൽ ഇരട്ട സത്യവാങ്മൂലം നൽകിയ വിജിലൻസ് നടപടിക്ക് വീണ്ടും ഹൈക്കോടതി വിമർശനം. കേസിനെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ലാതെയാണോ രണ്ടു സത്യവാങ്മൂലം സമർപ്പിച്ചതെന്ന് കോടതി. അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെയും രൂക്ഷ വിമർശനം. നിരീക്ഷണം ബാർക്കോഴ കേസിൽ തുടരന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് KM മാണി നൽകിയ ഹർജി പരിഗണിക്കവേ മുൻ മന്ത്രിക്കെതിരെ എന്തുകൊണ്ട് പുനരന്വേഷണം നടത്തണമെന്ന് കൃത്യമായി വിശദീകരിക്കാൻ വിജിലൻസിന് കോടതി നിർദ്ദേശം. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2730 രൂപ, പവൻ 21,840 രൂപ, വെള്ളി ഗ്രാമിന് 45 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് വൈകിട്ട് 5:30. നമസ്കാരം.